അങ്ങനെ ഇത് നമ്മുടെ കപ്പിൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് ഞങ്ങൾ ഇതേ ടെൻറ്റിലേക്ക് പോവാണ്. പോകുന്ന വഴി ഈ മരത്തിന് വിത്താണോ കായാണോ കമ്പാണോ എന്നൊക്കെ നോക്കുവാണ്. പക്ഷേ ആലം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റിൽ ഇത് വരില്ല എന്ന്. പിന്നെ കട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നേരെ വന്ന് ഇതേ പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഇറങ്ങാൻ നേരത്ത് നമുക്ക് തന്നതിൽ ഒരു പാക്കറ്റ് ലേസ് ബാക്കിയുണ്ടായിരുന്നു, അത് ഞങ്ങളങ്ങ് തീർത്തു. പിന്നെ വെള്ളവും അത്യാവശ്യമൊക്കെ കുടിച്ച് തീർത്തിട്ട് ആ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മഴയത്ത് നടന്നു വരാനായിട്ട് തന്ന കുടയാണ്, അതിവിടെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. സമൃദ്ധ സുനിൽ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത മറ്റു 2 ദിവസങ്ങൾ കൂടെ സമ്മാനിച്ച ഈ ഒരു കൂടാരത്തിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് എനിക്ക് അതേ വളവ് അത് ഓർത്തോർത്ത് തന്നെ എനിക്ക് പേടിയായിരുന്നു. അത് നിങ്ങൾ കണ്ടു നോക്കൂ, ആ ഒരു റെയിലിംഗ് ഇത് ഇത്രേ ഉള്ളൂ, അതിന് പൊക്കവും ഇല്ല, അതിവിടം വെച്ച് തീരുവാണ്. ഞാനിങ്ങാണോ ആയിരിക്കണം വണ്ടി ഓടിച്ചിരുന്നത്, എന്നെക്കൊണ്ട് ജന്മത്ത് പറ്റുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ടേൺ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിതേ മലകളോടൊക്കെ യാത്ര പറഞ്ഞു തുടങ്ങുന്നു. രാവിലെ തന്നെ കുക്കുവിൻ്റെ ഫുട്ബോൾ കോച്ചിൻ്റെ വക മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയൊക്കെ നല്ല മഴയായതുകൊണ്ട് ഇന്ന് കോച്ചിങ് ഇല്ലയെന്ന്. പക്ഷേ ഞങ്ങൾ വന്ന ഈ ഒരു വഴിയൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ എവിടെയെങ്കിലും കയറി വല്ലതും ഷോപ്പ് ചെയ്യണമെന്ന് പറയുമോ എന്ന് പേടിച്ചിട്ടാവണം ഈ മനുഷ്യൻ എന്നെ ഒരു കാട്ടുവഴി കൂടിയാണ് കൊണ്ടുവന്നത്. ഓടി തപ്പിപ്പിടിച്ചതേ ഇങ്ങനെയൊരു സംഭവം കണ്ടുപിടിച്ചു, അമ്മൂസ് നാടൻ ഭക്ഷണശാല. ഇത് നടത്തിക്കൊണ്ടുപോരുന്ന ഭാർഗവിയമ്മ ഞങ്ങളോട് ഒരുപാട് കഥ പറഞ്ഞു. തൊടുപുഴയിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മുതൽ ഒരു രാത്രി അത്താഴം കഴിച്ചിട്ട് കിടന്ന് ഭർത്താവ് ഉണരാറുന്നത് വരെ ആ പുള്ളിക്കാരത്തി ആ രാത്രി ഇതുവരെ കടന്നിട്ടില്ല കേട്ടോ. അത് പറയുമ്പം ആ മുഖത്തുണ്ട് ആ വിഷമം. അങ്ങോട്ട് പോയപ്പോൾ പെട്രോൾ അടിച്ച അതേ പമ്പിൽ നിന്ന് നമ്മൾ വീണ്ടും 1500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 6059 1500 കൂടെ ചേർത്ത് നമുക്ക് ഇതുവരെ ചിലവായത് 7559 രൂപ. നല്ല ലാഭത്തിന് കുറച്ച് പച്ചക്കറി കണ്ടപ്പോഴത്തേക്ക് അതും ഒരു 420 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത 10,000-ൽ ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് ഭക്ഷണം ലാവിഷാക്കാമെന്ന് കരുതി. ആലൻ അപ്പോഴും ഒരു ബിരിയാണിയാണ് പറഞ്ഞത്, ഞാനൊരു ചട്ടിച്ചോറും. ചട്ടിച്ചോറിന് 250 രൂപയായിരുന്നു. പക്ഷെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, കണവ ഫ്രൈ, കൊഴുവ ഫ്രൈ, പച്ചടി പായസം, അവിയൽ, കപ്പ, മീൻകറി എല്ലാം. അവസാനം ഇത്തിരി പായസവും ഉപ്പിലിട്ട മാങ്ങയും ലൈം സോഡയും കൂടെ ചേർത്ത് 450 രൂപ ബില്ല്. പാട്ട് പാടി മഴ പെയ്യിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞങ്ങൾ പാട്ടിട്ട് മഴ പെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം മഴയും പെയ്തു. പെട്ടെന്നല്ല എന്നോട് ഇത്തിരി സ്നേഹം വന്നിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് അടുത്തുള്ള ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്കൊരു കാപ്പിയും പഴംപൊരിയും മേടിച്ചു തന്നു. ഇത് ഉച്ചതിരിഞ്ഞ് 3 മണിയേ ആയിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ഇരുട്ട് കടന്ന് വന്നത് ഈ ഒരു സമയത്താണ്. പപ്പയും അമ്മയും വീട്ടിലോട്ട് സർപ്രൈസും കൊണ്ടുവരുന്നതും കാത്ത് 2 പേര് വീട്ടിലിരിപ്പുണ്ട്. വീടെത്തുന്നതിന് മുന്നേ ഡിക്കാത്ലോണിന്ന് കുക്കുവിന് ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുമ്പോൾ കൊണ്ടുവരാനുള്ള ബാഗും ബോട്ടിലും ജേഴ്സിയും നിലൂനൊരു ഫുട്ബോളും ടീഷർട്ടും ഒക്കെ മേടിച്ചു. 7:30 തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ ഫുഡും ചായയും കടിയും ഒക്കെ ചേർത്ത് 10,000-ൽ ഞങ്ങൾ ചിലവാക്കിയത് 8,479 രൂപയാണ്. പിള്ളേർക്കുള്ളതൊക്കെ മേടിക്കാൻ കഴിയുന്നൊരു 600 രൂപയും കൂടെ ആയിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.